വയനാട് തോൽപ്പെട്ടിയിൽ ഗോത്ര വിഭാഗങ്ങളോട് വനംവകുപ്പിന്റെ ക്രൂരത. ബേഗൂർ കൊല്ലിമൂല പണിയനഗറിൽ 16 വർഷമായി 3 കുടുംബങ്ങൾ താമസിക്കുന്ന കുടിലുകൾ പൊളിച്ചു. കുടിലുകൾ പൊളിച്ചതിൽ പ്രതിഷേധിച്ച് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ആദിവാസി കുടുംബങ്ങൾ സമരത്തിലാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വനം മന്ത്രി നിർദ്ദേശം നൽകി. നമ്മളെ വീട് വന്ന് കൊത്തി പൊളിച്ച് നമ്മളെ കലവും പിന്നെ തുണികളെല്ലാം വലിച്ച് ഇവിടെ പുറത്തിട്ട് എല്ലാം കൊത്തി ഇതാക്കിയിട്ട് അവരിങ്ങോട്ട് വന്നു. അവർ ഒരു 5-6 ഫോറസ്റ്റുകാരുണ്ടായിരുന്നു, വാച്ചർമാരൊരു 5-10 ആളുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് മിഞ്ഞാന്ന് വന്നിട്ട് പറഞ്ഞ് ഷെഡ് പൊളിക്കണം, നിങ്ങൾക്ക് വേറെ ഷെഡ് കെട്ടിത്തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഷെഡ് കെട്ടിയിട്ട് നിങ്ങളെ സ്ഥലം ഞങ്ങൾ ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. ഞാൻ 16 വർഷമായി ജനിച്ച് വളർന്നത് ഇവിടെയാണ്. ഷെഡ് വെച്ച് കൂടാൻ തുടങ്ങിയിട്ട് ഈ വർഷത്തിന് 16 വർഷമായി. എവിടെ കിടക്കാനും ഞങ്ങൾ ആ തറയിൽ തന്നെ കിടന്നു. രാത്രി എന്ത് ചെയ്യാനോ മക്കളെയും കൊണ്ട് ഞങ്ങളെ തണുപ്പത്ത് കിടന്നു. ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മോഹൻ, ഇവരുടെ ദുരവസ്ഥയ്ക്കൊരു പരിഹാരം ഉണ്ടാകുമോ? സമരം തുടരുകയാണോ? വന്യജീവി സങ്കേതത്തിലെ ബാവലി റേഞ്ചിൽപ്പെട്ട തോൽപ്പെട്ടി വനമേഖലയിൽ താമസിക്കുന്ന 3 ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ കുടിലാണ് ഇന്നലെ രാത്രി വനം വകുപ്പ് ജീവനക്കാർ പൊളിച്ചു മാറ്റിയത്. ഇന്നലെ ഇവിടെ ഈ വീട്ടിലേക്ക് എത്തിയ വനം വകുപ്പ് ജീവനക്കാർ ഇവരുടെ 3 കുടിലുകളും പൊളിച്ചു മാറ്റുകയായിരുന്നു. കൈക്കുഞ്ഞുങ്ങളും ഒപ്പം പ്രായമായവരും വിധവകളും അടക്കമുള്ള ആളുകൾ താമസിച്ചിരുന്നു. ആ സമയത്താണ് വനം വകുപ്പ് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ഇന്നലെ എന്താ ചേച്ചി സംഭവിച്ചേ? ഇന്നലെ 7:45 ഇവർ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫോറസ്റ്റുകാർ, വാച്ചർമാർ എല്ലാവരും വന്നിട്ട് രാത്രിത്തെ ചോറില്ല വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോറും ഇല്ല, കലമില്ല, എല്ലാം വലിച്ച് പുറത്ത് ഇട്ടിട്ട് എൻ്റെ തുണി മണിയും പായി പുതപ്പ് തേച്ചെടുത്ത് പുറത്ത് വാരി വലിച്ച് ഇട്ടിട്ടാണ് ഇവരെ ഷെഡ് അത് വലിച്ച് പൊളിച്ചതും വരല്ല. ഗോത്ര വിഭാഗങ്ങളുടെ കുടിൽ പൊളിച്ചിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം.